കഴിഞ്ഞ ദിവസം ഈ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും തമ്മിലുള്ള സവിശേഷമായ ബന്ധത്തെപ്പറ്റി പറഞ്ഞപ്പോൾ ഞാനൊരു സൂചിത കഥ അവിടെ സൂചിപ്പിച്ചു. അത് സ്റ്റാലിൻ്റെയും ബെറിയയുടെയും ബന്ധമായിരുന്നു. സ്റ്റാലിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നെനിക്കറിയാം. സഖാവ് ജോസഫ് സ്റ്റാലിൻ 1924 മുതൽക്ക് 1953 വരെ സോവിയറ്റ് യൂണിയനെ അടക്കി ഭരിച്ച, ഈ മുതലാളിത്ത രാജ്യങ്ങളെ കിഴുകിട വിറപ്പിച്ച കുലംകുത്തികളെ കൈകാര്യം ചെയ്ത, രാഷ്ട്രീയ എതിരാളികളെ ഒന്നടങ്കം തുടച്ചു നീക്കിയ, വിരോധമുള്ള ആളുകളെ പൂർണ്ണമായിട്ട് സൈബീരിയയിലേക്ക് നാട് കടത്തിയ ഒരു വലിയ ഭരണാധികാരിയാണ്. അദ്ദേഹം മരിച്ചപ്പോൾ നമ്മുടെ മഹാകവി വള്ളത്തോൾ വിലാപകാവ്യം വരെ എഴുതിയിട്ടുണ്ട്. അത്ര വലിയ കേമനായിരുന്നു. ഈ സ്റ്റാലിൻ ഭരണത്തിലിരുന്ന കാലത്ത് 1924 മുതൽക്ക് പരിപൂർണമായിട്ട് രഹസ്യ പോലീസിൻ്റെ വലിയ പിന്തുണയോടെയാണ് അദ്ദേഹം ഭരണം മുന്നോട്ട് കൊണ്ടുപോയത്. സ്റ്റാലിനെതിരായിട്ട് ആരെങ്കിലും എവിടെയെങ്കിലും ഏതെങ്കിലും ചായക്കടയിലിരുന്ന് പറഞ്ഞാൽ അത് രഹസ്യ പോലീസുകാർ കണ്ടുപിടിക്കും. പിറ്റേ ദിവസം അയാൾ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാവും. ദർഹിൻസ്കി എന്ന് പറഞ്ഞ ഒരു വിദ്വാനായിരുന്നു ആദ്യകാലത്ത് ഈ രഹസ്യ പോലീസിൻ്റെ തലവൻ. അദ്ദേഹത്തിൻ്റെ ഒരു പൂർണ്ണകായ പ്രതിമ ഉണ്ടാക്കി മോസ്കോയിൽ ഒരു പാർക്കിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. അത്ര വലിയ സേവനമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഈ ദർഹിൻസ്കിക്ക് ശേഷം നിക്കോളൈ യഷോവ് എന്ന് പറഞ്ഞ ഒരു വിദ്വാനായിരുന്നു രഹസ്യ പോലീസിൻ്റെ തലവനായിട്ട് വന്നത്. ആ സമയത്താണ് സ്റ്റാലിൻ അദ്ദേഹത്തിൻ്റെ അതിഭയങ്കരമായ ശുദ്ധീകരണം നടത്തി. അതായത് അതുവരെ സ്റ്റാലിനെ പിന്തുണച്ചിരുന്ന ആളുകൾ കുറേ പേരുണ്ടായിരുന്നു. സൈദ്ധാന്തികമായിട്ടും രാഷ്ട്രീയമായിട്ടും പോളിറ്റ് ബ്യൂറോയിലിരുന്നും പുറത്തിരുന്നുമൊക്കെ അദ്ദേഹത്തെ പിന്തുണച്ച, അതിൽ പ്രധാനപ്പെട്ട ആൾ സിനോവിവൻ, പിന്നെ കാമനീവൻ, പിന്നെ അതിന് സൈദ്ധാന്തിക അടിത്തറ ഉണ്ടാക്കിയ അവിടുത്തെ ഒരു KN കുഞ്ഞാമ്മദ് എന്ന് പറയുന്നത് ബുഖാറിനാണ്. ഇവരെല്ലാവരും തന്നെ ഒരു ദിവസം ഇദ്ദേഹത്തിന് കുലംകുത്തികളാണെന്ന് തോന്നി. ആർക്ക്? സ്റ്റാലിന് തോന്നി. സ്റ്റാലിനെ അട്ടിമറിക്കാനായിട്ട് വലിയ ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്ന് ആരും റിപ്പോർട്ട് ചെയ്തു. മാത്രമല്ല അതിന് വേറൊരു പ്രത്യക്ഷം ഉണ്ടായി. ഈ സ്റ്റാലിൻ ഭരണത്തിലുണ്ടായ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരാൾ ഒരു ലഘുലേഖ അച്ചടിച്ചിറക്കി. അവൻ്റെ ധൈര്യം ഒന്ന് ആലോചിച്ച് നോക്കണം. സ്റ്റാലിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സോവിയറ്റ് യൂണിയനിൽ ലഘുലേഖ അടിക്കണമെങ്കിൽ ഈ ലഘുലേഖ അടിച്ചു എന്ന് മാത്രമല്ല, അടിച്ചവരെ പിന്നെ ആരും കണ്ടിട്ടില്ല, പിന്നെ സൂര്യപ്രകാശം കണ്ടിട്ടില്ല. സ്റ്റാലിൻ്റെ ഭാര്യ സ്റ്റാലിനുമായിട്ട് തെറ്റി. സോവിയറ്റ് യൂണിയൻ്റെ 20ാം വാർഷികം നടക്കുന്ന സമയത്ത് അവർ വെടിവെച്ച് ആത്മഹത്യ ചെയ്തു എന്നല്ല, ഇവരുടെ തൊട്ടടുത്ത് ഈ ബോഡിയുടെ അടുത്ത് ഈ ലഘുലേഖയെ കണ്ടുകിട്ടി. അതൊരു സ്റ്റാലിൻ്റെ കംപ്ലീറ്റ് കൺട്രോൾ പോയി. ഉടനെ യഷോവിനെ വിളിച്ച് ഒരു വലിയ ശുദ്ധീകരണത്തിന് ഉത്തരവിട്ടു. അതിൻ്റെ ഫലമായിട്ട് സിനോവിവ്, കാമനീവ് അടക്കമുള്ള ആളുകൾ 1936-38 കാലത്ത് എല്ലാവരെയും ശുദ്ധീകരണത്തിന് ഇരയാക്കി. അതായത് ഈ വിധിക്കപ്പെട്ട നേതാക്കന്മാരെ സൈനിക വിചാരണ നടത്തി വെടിവെച്ചു. അവരുടെ കുടുംബാംഗങ്ങളെയും ഓരോരുത്തരായിട്ട് വകവരുത്തി. ഇവരോട് ബന്ധമുണ്ട് എന്ന് തോന്നിയ 14 പ്രധാനപ്പെട്ട മിലിറ്ററി ഓഫീസർമാരെയും വെടിവെച്ചു. പിന്നെയും ആളുകളെ വിചാരണ ചെയ്യുന്നു. രഹസ്യ വിചാരണയാണ്. അല്ലാണ്ട് ഇവിടുത്തെ പോലെ കോടതിയിൽ ഹാജരാക്കുക, വക്കീലിനെ വെച്ച് വാദിക്കുക, സാക്ഷികളെ വിസ്തരിക്കുക, അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. വളരെ നിസ്സാരമായിട്ട് വിചാരണ ചെയ്യും. അപ്പം തന്നെ വിധി കൽപ്പിച്ച് അധികം വൈകാതെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു. അതുകൊണ്ട് സംഗതി പ്രൊസീജിയർ വളരെ സിമ്പിളായിരുന്നു. ഇങ്ങനെ വിചാരണകൾ നടത്തി കൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെ അടുത്ത സ്റ്റേജിൽ ബുഖാറിനെതിരായിട്ട് തിരിഞ്ഞു. ബുഖാറിന് വലിയ സൈദ്ധാന്തികനാണല്ലോ. അദ്ദേഹത്തെയും വിചാരണ ചെയ്ത് കൊല്ലാൻ തീരുമാനിച്ചു. വധശിക്ഷയ്ക്ക് വിധിച്ചു. വധശിക്ഷ നടപ്പാക്കുന്ന സമയത്ത് റൊമൈൻ റോളൻ്റെ അടക്കമുള്ള ആളുകൾ ഇടപെട്ടു. ബുഖാറിൻ വലിയ ചിന്തകനാണ്. അദ്ദേഹത്തെ പോലും മഹാനായ ഒരാളെ, ഒരു വലിയ തത്വചിന്തകനെ വെടിവെച്ച് കൊല്ലുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു. പക്ഷേ സ്റ്റാലിൻ പറഞ്ഞു, രക്ഷയില്ല, ഈ രാജ്യത്തെ നിയമം അനുസരിച്ച് ഇയാൾക്ക് ജീവിക്കാൻ യാതൊരു അർഹതയുമില്ല. അങ്ങനെ ബുഖാറിനെയും വെടിവെച്ചു. ആ കൂട്ടത്തിൽ വേറെ ഒരുപാട് പേരെ കൊന്നു. 16 കണക്കിന് ആൾക്കാരെ പുള്ളി സൈബീരിയയിലേക്ക് നാട് കടത്തി. അങ്ങനെ ദ ഗ്രേറ്റ് പർച്ച് എന്നറിയപ്പെട്ട മഹത്തായ ശുദ്ധീകരണം വമ്പിച്ച വിജയമായി തീർന്നു. പക്ഷേ വിദേശ രാജ്യങ്ങളിൽ ഇദ്ദേഹത്തെക്കുറിച്ച് വളരെ മോശം അഭിപ്രായം. ഈ സ്റ്റാലിൻ ഒരു രക്തദാഹിയാണെന്നും ഹിറ്റ്ലറെക്കാളും ക്രൂരനും പരമദുഷ്ടനുമാണ് എന്ന രീതിയിലുള്ള പ്രചരണം മുതലാളിത്ത രാജ്യങ്ങളിൽ ഈ ബൂർഷ്വാ മാധ്യമങ്ങൾ അടിച്ചുവിട്ടു. അപ്പോൾ സ്റ്റാലിന് കുറച്ചൊരു ചെറിയ ഒരു പ്രയാസം തോന്നി. ഇദ്ദേഹത്തിൻ്റെ ദുഷ്പേരിന് ഇങ്ങനെ കളങ്കം ചാർന്നല്ലോ എന്ന് വിചാരിച്ചു. അതിന് കംപ്ലീറ്റ് ഉത്തരവാദി ഈ രഹസ്യ പോലീസ് NKVD എന്ന് പറയും. NKVDയുടെ തലവനായ നിക്കോളൈ യഷോവാണ് എന്ന് പുള്ളിക്ക് തോന്നി. യഷോവിനെയും വിചാരണ ചെയ്ത് വെടിവെച്ചു.
അത് വളരെ കൗതുകകരമായിട്ടുള്ള കാര്യമാണ്. ഇത്ര ആളെ കൊല്ലാൻ പറഞ്ഞത് സ്റ്റാലിനാണ്. കൊന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം ഇയാളുടെ മേൽ വെച്ച് കെട്ടി, അയാളെയും കൊന്നു. അതിനുശേഷമാണ് അതിനകത്ത് തന്നെ മെക്സിക്കോയിലേക്ക് നാടുവിട്ട് പോരുന്ന ട്രോട്സ്കിയെ സ്റ്റാലിൻ്റെ ഏജൻറ്റുമാർ പിന്തുടർന്നെത്തി അദ്ദേഹത്തെ മഴുകൊണ്ട് വെട്ടിക്കൊന്നു. നമ്മുടെ വാടിക്കൽ രാമകൃഷ്ണൻ കൊന്ന പോലെ മഴുകൊണ്ട് വെട്ടിയാണ് കൊന്നത്. അങ്ങനെ മഴുകൊണ്ട് വെട്ടി ട്രോട്സ്കിയെ വധിച്ചതിന് ശേഷം എല്ലാവരും സ്റ്റാലിനെ കുറ്റപ്പെടുത്തി. ഇതാ സ്റ്റാലിനാണ് ട്രോട്സ്കി കൊല്ലിച്ചതെന്ന്. ഇപ്പോൾ സ്റ്റാലിൻ പറഞ്ഞു അങ്ങനെയല്ല, സോവിയറ്റ് യൂണിയന് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഈ കൊലപാതകി അദ്ദേഹത്തിൻ്റെ തന്നിഷ്ടപ്രകാരം കൊന്നാണ് എന്ന് മാത്രമല്ല, ഇയാൾ ട്രോട്സ്കിയുടെ ഒരു ആരാധകനാണ്, ഇയാൾ തന്നെ ഒരു വലിയ ട്രോട്സ്കിസ്റ്റാണ് എന്നുകൂടി കൂട്ടിച്ചേർത്തു. കുലംകുത്തി എന്നും കുലംകുത്തിയാണെന്ന് പറഞ്ഞ പോലെ. അങ്ങനെ ട്രോട്സ്കിയുടെ കഥ കഴിഞ്ഞു. അത് 1940-ലാണ്. ഈ യഷോവിന് ശേഷം രഹസ്യ പോലീസിൻ്റെ ചുമതലയേറ്റ ആളാണ് നമ്മുടെ കഥാപുരുഷനായ ബെറിയ. അങ്ങനെ പുത്തലത്ത് ദിനേശൻ മാറി പി ശശി പൊളിറ്റിക്കൽ സെക്രട്ടറി ആയ പോലെ നിക്കോള യഷോവിൻ്റെ സ്ഥാനത്ത് ബെറിയ NKVD-യുടെ തലവനായിട്ട് വന്നു. ഈ ബെറിയയുടെ മുഴുവൻ പേര് ലാവ്റെൻറ്റി പൗലോവിച്ച് ബെറിയ എന്നായിരുന്നു. ഇദ്ദേഹം സ്റ്റാലിനെ പോലെ തന്നെ ജോർജിയക്കാരനായിരുന്നു. ഇപ്പോൾ ജോർജിയ ഒരു സ്വതന്ത്ര രാജ്യമാണ്, റഷ്യയുടെ ഭാഗമല്ല. സ്റ്റാലിനും ജോർജിയക്കാരനായിരുന്നു, ബെറിയയും ജോർജിയക്കാരനായിരുന്നു. ഈ കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി എന്ന് പറഞ്ഞ കേട്ടില്ലേ, അതായിരുന്നു ബെറിയ. സ്റ്റാലിനേക്കാളും ക്രൂരനും പരമദുഷ്ടനുമായിരുന്നു. ആരെയും വിചാരണയുടെ പേര് പറഞ്ഞ് രഹസ്യ വിചാരണ നടത്തി സൈനിക കോടതിയിൽ കൊണ്ടുവന്ന് കുറ്റം തെളിഞ്ഞായിട്ട് പ്രഖ്യാപിച്ച് ഭൂമുഖത്തു നിന്ന് ഇല്ലായ്മ ചെയ്യാനായിട്ട് ബെറിയയ്ക്ക് അതിഭയങ്കരമായ കഴിവും പ്രാഗൽഭ്യവും ഉണ്ടായിരുന്നു. അത് ദെറിൻസ്കിയും അതിനേക്കാൾ ഭയങ്കരനായിരുന്ന യഷോവും തോറ്റ് നാണിച്ചു പോകുന്ന നിലയിലുള്ള പ്രവർത്തനമാണ് തുടർന്ന് അങ്ങോട്ട് നടത്തിയത്. മാത്രമല്ല ബെറിയയ്ക്ക് വേറൊരു സൽഗുണം കൂടി ഉണ്ടായിരുന്നു. ഈ സ്ത്രീകളെ ഒട്ടും അവർക്ക് യാതൊരു പരിഗണന നൽകിയിരുന്നില്ല. ഈ പാർട്ടിയുടെ തന്നെ പ്രമുഖ നേതാക്കന്മാർ പലരും ഈ ബെറിയ പോകുന്ന ഭാഗത്തു കൂടി നടക്കരുതെന്ന് പെൺമക്കൾക്ക് നിർദ്ദേശം കൊടുത്തു. അത്ര ഗംഭീരനായിരുന്നു. സ്റ്റാലിൻ അടക്കം ആ പെൺമക്കളോട് പറഞ്ഞിരുന്നാണ്, നിങ്ങൾ ആ ബെറിയ നിൽക്കുന്ന ഭാഗത്തേക്ക് പോകല്ലേ എന്ന്. ഈ രഹസ്യ പോലീസിൻ്റെ ആസ്ഥാനത്ത് രാത്രിയിൽ പെൺകുട്ടികളെ കൊണ്ടുവന്ന് ബലാത്സംഗം ചെയ്യും. പോകുമ്പോൾ അവർക്ക് കയ്യിലൊരു പൂച്ചെണ്ട് കൊടുത്തു വിടുകയും ചെയ്യുന്ന സ്വഭാവം കൂടി അദ്ദേഹത്തിനുണ്ട്. ഈ ഇദ്ദേഹത്തിൻ്റെ രഹസ്യ പോലീസ് പിടിച്ചുകൊണ്ട് പോയ ഒരു സിനിമാ നടിയുടെ പിതാവിനെയാണ് പോലീസ് പിടിച്ചുകൊണ്ട് പോയി. അവരെ മോചിപ്പിക്കാൻ വേണ്ടി സിനിമാ നടി ഇദ്ദേഹത്തെ സമീപിച്ചു. പുള്ളിയോട് ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. അവരെ ഇംഗിതത്തിന് വശംവദനാക്കിയതിന് ശേഷം വിട്ടയച്ചു. പിന്നീട് ആ സിനിമാ നടിയെ കൂടി അദ്ദേഹം കാശാപ്പി പിതാവിനെ അതിനു മുമ്പ് തന്നെ വധിച്ചിരുന്നു. ഇങ്ങനെയൊക്കെയാണ് ബെറിയയുടെ ചില കുസൃതികൾ, ക്രൂരകൃത്യങ്ങളെന്ന് പറയാൻ പറ്റില്ല, ചില കുസൃതികൾ അദ്ദേഹം ഒപ്പിച്ചു. ഇങ്ങനെ 1939 തൊട്ട് 1953 വരെ സ്റ്റാലിൻ കഴിഞ്ഞാൽ റഷ്യയിലെ ഏറ്റവും ശക്തനായ വ്യക്തി ബെറിയായിരുന്നു. അതിനിടയ്ക്ക് 2ാം ലോക യുദ്ധം ഉണ്ടാകുന്നുണ്ട്. യുദ്ധം കഴിഞ്ഞ് രാജ്യത്തിൻ്റെ പുനരുദ്ധാരണം നടക്കുന്നുണ്ട്. സ്റ്റാലിൻ്റെ പല വിധത്തിലുള്ള ലീലാവിലാസങ്ങൾ നടക്കുന്നുണ്ട്. ഇസ്രായേൽ രാജ്യം രൂപീകൃതമായി. ഇസ്രായേൽ ഉണ്ടായതിനു ശേഷം ഇസ്രായേൽ ഈ സോവിയറ്റ് യൂണിയൻ്റെ ഒരു സാറ്റലൈറ്റ് കൺട്രിയായിട്ട് നിൽക്കുന്നതാണ് ആദ്യകാലത്ത് സ്റ്റാലിൻ വിചാരിച്ചത്. അതുകൊണ്ട് പുള്ളി ഇസ്രായേൽ രൂപീകരണത്തെ പിന്തുണച്ച ആളാണ്. പക്ഷേ ഒരിക്കലും ഇസ്രായേൽ ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവർ അമേരിക്കയുടെ ഒരു സാമന്ത രാജ്യമായിട്ട് മാറി. അതുകൊണ്ട് സ്റ്റാലിന് ഉറക്കമില്ലാണ്ടായി. കാരണം ഈ സോവിയറ്റ് യൂണിയനിലുള്ള യഹൂദന്മാരും ആത്മീയമായിട്ട് അല്ലെങ്കിൽ ആന്തരികമായിട്ട് ഇസ്രായേലിനോട് പ്രതിപത്തിയുള്ളവരാണ്, അതിനോട് കൂറുള്ളവരാണ്. ഇവരെല്ലാം കൂടി ചേർന്ന് ഇദ്ദേഹത്തെ അട്ടിമറിക്കും. അദ്ദേഹത്തിന് വിഷം കൊടുത്ത് കൊല്ലുകയോ അല്ലെങ്കിൽ കാറടിപ്പിച്ച് കൊല്ലുകയോ മറ്റേതെങ്കിലും അപായപ്പെടുത്തുകയോ ചെയ്യും എന്നും കൂടി പുള്ളി സംശയിക്കാൻ ഭയപ്പെടുകയും. അതുകൊണ്ട് ജൂതന്മാരെ ഒരു വഴിക്കാക്കാൻ പുള്ളി തീരുമാനിച്ചു. അതിനുവേണ്ടി ബെറിയയുമായി ചേർന്ന് ഒരു പുതിയ പ്ലാൻ ഉണ്ടാക്കി. ഏതാണ്ട് നാസി മാതൃകയിലുള്ള ഒരു വംശഹത്യയാണ് സോവിയറ്റ് യൂണിയനിൽ ഉദ്ദേശിച്ചത്. പ്രധാനപ്പെട്ട പല യഹൂദ നേതാക്കന്മാരെയും പോലീസ് അറസ്റ്റ് ചെയ്തു, പലരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. ഇവരെ പൂട്ടാനായിട്ട് ഗ്യാസ് ചേമ്പറിൻ്റെ പണി തുടങ്ങുന്ന ഘട്ടത്തിലാണ് എന്ത് സംഭവിച്ചത്? സ്റ്റാലിന് 1953 മാർച്ച് 1 സ്ട്രോക്ക് ഉണ്ടായി. അദ്ദേഹത്തിന് മസ്തിഷ്കാഘാതം സംഭവിച്ചു. രാവിലെ നോക്കുമ്പോൾ കാണുന്ന ഈ മഹാനായ നേതാവ്, അദ്ദേഹത്തിന് 70 വയസ്സിൽ കൂട്ട് പ്രായമുണ്ട്, 73 വയസ്സുണ്ട്, കട്ടിൽ നിന്ന് താഴെ വീണ് കിടക്കുന്നത്. അപ്പോൾ തന്നെ പരിചാരകന്മാർ ഈ നേതാക്കന്മാരെ അറിയിച്ചു. മലങ്കോവ്, ക്രൂഷ്ചേവ്, പിന്നെ നമ്മുടെ സുഹൃത്ത് ബെറിയ,
3 പേര് ഓടിയെത്തിക്കഴിഞ്ഞപ്പോൾ ഡോക്ടർമാരെ വിളിച്ചപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഒരു കാര്യം ചെയ്യണം, പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയുടെ തീരുമാനം ഉണ്ടെങ്കിൽ ഞങ്ങൾ ചികിത്സിക്കും. കാരണം ആ ഇടയ്ക്ക് സ്റ്റാലിനും വേറൊരു പണി ഒപ്പിച്ചു. ഈ പാർട്ടിയുടെ പല നേതാക്കന്മാരെയും ഡോക്ടർമാർ ഇല്ലാത്ത രോഗത്തിന് ചികിത്സിച്ച് അല്ലെങ്കിൽ വിഷം കുത്തിവെച്ച് കൊല്ലുന്നു എന്ന രീതിയിലൊരു സംശയം ഉണ്ടാക്കി. അതിന് ഡോക്ടേഴ്സ് പ്ലോട്ട് എന്നറിയപ്പെട്ടു. ഇത് ഇങ്ങനെയുള്ള ആളുകളെ ഡോക്ടർമാരെ പൂട്ടാനുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഇത് ശരിയാവില്ല, സ്റ്റാലിൻ സഖാവിന് ചികിത്സിക്കാൻ ഞങ്ങൾ തയ്യാറാണ്, പക്ഷേ പാർട്ടി തീരുമാനിച്ചാലേ ചികിത്സിക്കാൻ പറ്റും. പാർട്ടി ഉടനെ കമ്മിറ്റി കൂടി അടിയന്തരമായിട്ട് കാര്യങ്ങൾ ആലോചിച്ചു, ചികിത്സിക്കാൻ തന്നെ തീരുമാനിച്ചു. പക്ഷേ അപ്പോഴത്തേക്കും ഈ സ്ട്രോക്ക് വരുന്ന ആൾക്കാർക്ക് ഏറ്റവും പെട്ടെന്ന് വൈദ്യസഹായം കിട്ടണം, അല്ലെങ്കിൽ അവരുടെ ഈ ബ്രെയിൻ ഡാമേജ് ആയി പോകും. സ്റ്റാലിന് ബ്രെയിൻ കൊണ്ട് പ്രത്യേകിച്ച് ഉപകാരം വല്ലതും ഉണ്ടായിരുന്നു നമുക്കറിയില്ല. ഏതായാലും പുള്ളിയുടെ ബ്രെയിൻ കംപ്ലീറ്റ്ലി പോയി. അങ്ങനെ സ്റ്റാലിൻ 4-ാം ദിവസം പരലോകപ്രാപ്തനായി. അദ്ദേഹത്തെ നമുക്കറിയാവുന്ന പോലെ എംബാം ചെയ്ത് ലെനിൻ്റെ ശവകുടീരത്തിൽ തന്നെ സ്ഥാപിച്ചു. ആളുകൾ അദ്ദേഹത്തെ വന്ന് തൊട്ട് തൊഴുകയും മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഈ സമയത്ത് ഈ ബെറിയ ആന്തരികമായിട്ട് സന്തോഷിച്ചു. കാരണം സ്റ്റാലിൻ മരിച്ചാൽ പിന്നെ റഷ്യയുടെ സർവാധിപതിയും ബെറിയായിരിക്കും എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. എന്നിട്ട് പാർട്ടി കമ്മിറ്റി കൂടിയിട്ട് ഒരു 3-അംഗ കമ്മിറ്റിയെ രൂപീകരിച്ചു രാജ്യത്തിൻ്റെ ഭരണത്തിന് വേണ്ടിയിട്ട്. 3-അംഗ കമ്മിറ്റിയിൽ പ്രധാനപ്പെട്ട ആളുകൾ, ഒരാൾ മലങ്കോവാണ്, മറ്റേ ക്രൂഷ്ചേവാണ്, 3-ാമത്തെ ആൾ ബെറിയാണ്. അതിൽ ക്രൂഷ്ചേവായിരുന്നു പാർട്ടി ജനറൽ സെക്രട്ടറി, മലങ്കോവായിരുന്നു പ്രധാനമന്ത്രി, 1-ാമത്തെ ഉപപ്രധാനമന്ത്രി നമ്മുടെ ബെറിയാണ്. അങ്ങനെ അവർ ഉത്തരവാദിത്തത്തോടെ ഭരിക്കാൻ തുടങ്ങി. പക്ഷേ 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ക്രൂഷ്ചേവ് ഭയങ്കരനായിരുന്നു. ക്രൂഷ്ചേവ് ബെറിയയെ അറസ്റ്റ് ചെയ്യാനായിട്ട് ഉത്തരവ് കൊടുത്തു. ബെറിയെ അങ്ങനെ അത്ര എളുപ്പത്തിലൊന്നും അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയി അറസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ആ ഉത്തരവാദിത്തം ഈ 2-ാം ലോക യുദ്ധത്തിൽ റഷ്യയെ നയിച്ച അതിഭയങ്കരനായ ഒരു സൈനിക ഉദ്യോഗസ്ഥനുണ്ട്, മാർഷൽ ഷുക്കോവ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഈ ഷുക്കോവിൻ്റെ പ്രതിമ ക്രെംലിൻ്റെ പുറത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു കുതിരപ്പുറത്ത് കയറി വരുന്നതായിട്ട്. മാർഷൽ ഷുക്കോവിനെ ഏൽപ്പിച്ചു. ഷുക്കോവ് ഇദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ചെന്ന് അദ്ദേഹത്തിനൊരു സംശയം തോന്നാത്ത രീതിയിൽ, അത് കാവൽ നിൽക്കുന്ന ആളുകൾക്ക് പോലും സംശയം തോന്നാത്ത രീതിയിൽ ബെറിയയെ അറസ്റ്റ് ചെയ്ത് ഈ ഓഫീസിന് പുറത്തു കൊടുത്തു. അതിന് സുരക്ഷിതമായ സ്ഥലത്ത് എത്തിച്ചു. അതിനുശേഷമാണ് ലോകം വിവരം അറിഞ്ഞ് ബെറിയയെ അറസ്റ്റ് ചെയ്തു എന്നുള്ളത്. എന്നിട്ട് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഊഹിക്കുന്ന പോലെ തന്നെ നടന്നു. കാരണം എന്ന് വെച്ചാൽ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, നീ അളക്കുന്ന പോലെ നിനക്കും അളക്കപ്പെടും എന്ന്. അതുപോലെ തന്നെ അളക്കപ്പെട്ടു. ഈ സോവിയറ്റ് യൂണിയനെ ദുർബലമാക്കാനായിട്ട് ഗൂഢാലോചന നടത്തി എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് ബെറിയയെ വിചാരണ ചെയ്തു. ബെറിയ ഒരു വക്കീലിൻ്റെ സേവനം ആവശ്യപ്പെട്ടു വിചാരണയിൽ. പറഞ്ഞു തനിക്ക് വക്കീലിൻ്റെ ഒന്നും ആവശ്യമില്ല, താൻ തന്നെ വാദിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ബെറിയ സ്വന്തമായിട്ട് വാദിച്ചു. പക്ഷേ അതൊന്നും കോടതിക്ക് ബോധ്യമില്ല. ബെറിയെ കുറ്റക്കാരനെന്ന് നടത്തി. ബെറിയ ഒരു അപ്പീൽ കൊടുക്കാൻ ആഗ്രഹിച്ചു. തൻ്റെ അപ്പീലും ഇവിടെ വേണ്ട, അപ്പീലില്ലാത്ത വിധിയാണ് എന്ന് കോടതി ഫൈൻ ചെയ്തു. പിന്നെ ബാക്കി എന്ന് വെച്ചാൽ അദ്ദേഹത്തെ ശിക്ഷിക്കുക എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ശിക്ഷ വധശിക്ഷയാണ്. അതിൽ കുറഞ്ഞ ശിക്ഷയൊന്നും സോവിയറ്റ് യൂണിയനിലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് സഖാവ് ബെറിയയെ വധശിക്ഷയ്ക്ക് വിധിച്ചു എന്ന് മാത്രമല്ല വൈകാതെ അത് നടപ്പാക്കുകയും ചെയ്തു. അങ്ങനെ 1953 ഡിസംബർ 23-ാം തീയതി സഖാവ് ബെറിയ ഒരു ഓർമ്മയായിട്ട് മാറി. ഇത് പറയുമ്പോൾ പല മോഹങ്ങളും നിങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്നുണ്ടാവുമെന്ന് എനിക്കറിയാം. അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. ഏതായാലും ഇങ്ങനെയായിരുന്നു ബെറിയയുടെ അവസാനം ഉണ്ടായത്. ബെറിയ മരിച്ചുകൊണ്ടാണ് ശരിക്കും ക്രൂഷ്ചേവ് ശക്തനായി മാറിയത്. അതുവരെ ഏത് നിമിഷം വേണമെങ്കിലും മലങ്കോവിനെയോ അല്ലെങ്കിൽ ക്രൂഷ്ചേവിനെയോ ബെറിയ അട്ടിമറിക്കാൻ സാധ്യതയുണ്ടായിരുന്നു. ഇവർ ബുദ്ധിമാന്മാരായതുകൊണ്ട് അവർ തിരിച്ച് അങ്ങോട്ട് അട്ടിമറിച്ചു എന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ആളുകൾ ലോക ചരിത്രത്തിന് മുമ്പുണ്ടായിട്ട് ഇനിയും ഉണ്ടാകുന്നതിൽ അത്ഭുതമില്ല എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു കാര്യം മറന്നുപോയി, ഇന്ന് തിരുവോണമാണ്. എല്ലാ പ്രേക്ഷകർക്കും ഹൃദയംഗമമായ ഓണാശംസകൾ നേരുന്നു. ഹാപ്പി ഓണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.